ഹായ് ഫ്രണ്ട്സ്, അപ്സും വീമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ബിഗിനേഴ്സിന് കൂടി അടിപൊളി നല്ല നൈസ് പത്രി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് നേരെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതേ ഗ്ലാസ്സിൽ വേണം നമുക്ക് വെള്ളം ഒന്ന് അളന്നെടുക്കാൻ കേട്ടോ. ഞാൻ ചെയ്യുന്ന അതേ രീതിക്ക് ചെയ്താൽ ഫ്ലോപ്പ് ആവാതെ ബിഗിനേഴ്സിനും കൂടി നമുക്ക് അടിപൊളിയായിട്ട് നൈസ് പത്രി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഗ്ലാസ്സിൽ ഞാൻ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ പത്രിപ്പൊടി പാക്കറ്റ് പൊടി ആണെങ്കിൽ അല്പം കൂടി ഒരു വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. അതിലേക്ക് നമുക്ക് ഈ ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് നല്ലോണം ഒന്ന് വെട്ടി തിളക്കണം കേട്ടോ. അപ്പോൾ അതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് വെട്ടി തിളക്കുന്ന സമയത്ത് നമുക്ക് നേരെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ 1 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കണം. നല്ല ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് നല്ലോണം ഒന്ന് കൈകൊണ്ട് ഇതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാനൊരു വലിയൊരു മുറ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തരികിലൊക്കെ മിക്സ് ചെയ്യാം. എനിക്കിതാണ് കേട്ടോ എളുപ്പം. അപ്പോൾ ഇതുപോലെ ഞാൻ ആ ചെമ്പട്ടിയിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിന് കുറേശ്ശെ ഇതേപോലെ നമുക്ക് വെള്ളം ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ചെയ്യുന്നത് എളുപ്പപ്പണിയാണ്. ബിഗിനേഴ്സിനും ആർക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ചൂടോടെ കുഴക്കുമ്പോൾ നമ്മളെ കൈ നല്ല പൊള്ളൂലേ. അപ്പോൾ കുറച്ച് ചൂടാറാനൊന്നും വെക്കണ്ട. നമുക്ക് നേരം ഇല്ലാത്ത സമയത്തും പെട്ടെന്ന് തന്നെ ആയി കിട്ടാൻ ഇതുപോലെ ഗ്ലാസ് കൊണ്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്താൽ നല്ല സോഫ്റ്റായി കിട്ടും ചെയ്യും. നമുക്ക് കുഴക്കേണ്ട ഒരുപാട് സമയം വെച്ച് കുഴക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഇതിൽ തന്നെ ഏകദേശം നമുക്ക് കുറച്ച് കുഴച്ച മാതിരി ഉള്ള പരുവ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഗ്ലാസ് കൊണ്ട് ഇതേമാതിരി ആക്കി കൊടുക്കാം. വെള്ളം തട്ടാത്തടത്തൊക്കെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഇതേപോലെ ഗ്ലാസ്സിൽ ഇതേപോലെ ഒട്ടി പിടിക്കും കേട്ടോ. അപ്പോൾ അതിങ്ങനെ കൂട്ടി വെച്ചാൽ ഇതേപോലെ ഒരു ഉണ്ടായി കിട്ടും. അപ്പോൾ അത്രയും എളുപ്പമാണ് കേട്ടോ. പിന്നെ ജസ്റ്റ് നമുക്ക് ചെറുതായിട്ടൊന്ന് നല്ലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി ചെറുതായിട്ട് കയ്യിൽ അല്പം വെള്ളമാക്കിയിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് നല്ല സോഫ്റ്റാക്കി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് സമയം വേണ്ട, എന്നാലും കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മൾ ഗ്ലാസ് കൊണ്ടാക്കുമ്പോഴത്തേനും നല്ലൊന്ന് സോഫ്റ്റായി കിട്ടും. പിന്നെ ജസ്റ്റ് ഒന്ന് കുഴച്ചാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ കയ്യിൽ ഓയിലാണ്. വെളിച്ചെണ്ണയുടെ വിലയൊക്കെ ഞാനിപ്പോൾ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല വിലയല്ലേ ഇപ്പോൾ വെളിച്ചെണ്ണക്കൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഓയിൽ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ വശത്തും ഈ ഓയിൽ ആവുന്ന രീതിക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ നമുക്കിത് നല്ലോണം കുഴച്ചിട്ട് കയ്യിൽ നമുക്കൊരു ചെറിയ ബോൾസാക്കി ഒരു ഉണ്ടകളാക്കിയിട്ട് ഞാൻ കുറച്ച് ഉണ്ടകളാക്കി വെക്കാം കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി തൊട്ടെടുക്കാൻ മാർക്ക് ചെയ്തിട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഉണ്ടകളാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ചട്ടി ഞാനൊന്ന് ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പ്രസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതേപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ആക്കി എല്ലതും എടുക്കാം. ഇതേപോലെ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് നേരെ പത്രിപ്പൊടി ഒരു അല്പം പ്ലേറ്റിലേക്ക് എടുത്തേക്കാം കേട്ടോ. അതിലേക്ക് ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് ഒന്ന് തട്ടിയിട്ട് നേരെ വേറൊരു പ്ലേറ്റിലേക്ക് ഇതേപോലെ വെക്കാം കേട്ടോ. അങ്ങനെ മുഴുവൻ ഉണ്ടകൾ ഞാൻ അതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒന്നും കൂടി കാണിക്കാം. ഞാൻ വിചാരിച്ചു ഇത് ബിഗിനേഴ്സ് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് കാണിക്കുന്നത്. എങ്ങനെ പ്രസ് ചെയ്യാം, എങ്ങനെ തട്ടി കൊടുക്കാം എന്നൊക്കെ ഒന്ന് ശരിക്കും ക്ലിയർ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല അടിപൊളി നൈസ് പത്രി നല്ല എളുപ്പത്തിൽ നമുക്കിതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല എളുപ്പമാണ്, നല്ല ഈസി ഉണ്ട്. പെട്ടെന്ന് തന്നെ പരിപാടി റെഡിയായി കിട്ടും. നമുക്ക് കടിയൊക്കെ ഇതേപോലെ കൈക്കൊണ്ട് വന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാം. നേരെ പ്രസ് ചെയ്ത് ഇതേപോലെ തട്ടി കൊടുത്തിട്ട് നേരെ മറ്റൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അറിയില്ല, ഇത്രയും ഞാൻ ഇപ്പോൾ പെട്ടെന്ന് തന്നെ പ്രസ് ചെയ്ത് എടുത്തതാണ്. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. വളരെ സിമ്പിളാണ്, കഴിക്കണം അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ കറീൻ്റെ ഒപ്പം കുറുമൻ്റെ ഒപ്പം മീൻ എന്തായാലും നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇതേപോലെ തട്ടി കൊടുക്കാം. എന്നിട്ട് നേരെ നമുക്ക് ഇതേപോലെ പ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ.
അങ്ങനെ ഞാൻ മുഴുവനായിട്ട് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പാൻ നല്ലോണം ചൂടാകണം കേട്ടോ. നല്ല ചൂടായാൽ നമുക്ക് പത്തിരിയൊക്കെ നല്ല പൊന്തി കിട്ടുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നല്ല ചൂടായാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇട്ട പടന് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അതേ സ്പീഡിൽ തന്നെ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം. എന്നാലേ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പം നേരം ഞാൻ ഇത് ചട്ടിയിലിട്ടിട്ടുള്ളൂ. അപ്പം തന്നെ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് നേരം ഒരു മിനിറ്റോളം ഇതുപോലെ ജസ്റ്റ് ഒന്ന് അവിടെ കിടക്കട്ടെ. അതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ബബ്ലി ആയിട്ട് നല്ല നമ്മളെ പത്തിരിയൊക്കെ നമുക്ക് പൊന്തി കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. നല്ല എളുപ്പം പണിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ. ആദ്യം നമ്മൾ ചട്ടം കൊണ്ട് ആക്കിയതാണ്. അപ്പോൾ ഒട്ടി പിടിക്കേണ്ട വെച്ചിട്ട് ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ തന്നെ ഈ പത്തിരിയൊക്കെ ഇതേപോലെ നല്ലൊന്ന് പൊന്തി വരും കേട്ടോ. കണ്ടില്ല, ഒക്കെ പൊന്തി ബബിൾസായി ഇങ്ങനെ വരുന്നത്. അപ്പോൾ എല്ലാതും ഇതുപോലെ പൊന്തിയിട്ടുണ്ട്. നടുത്ത് മാത്രം കൈകൊണ്ടാക്കാൻ വയ്യ, നല്ല ചൂടല്ല. അപ്പോൾ അത് മാത്രം ഞാനൊന്ന് ചട്ടൊക്കെ എടുത്ത് കണ്ടില്ല, ഒക്കെ ഇതുപോലെ പൊന്തി വന്നതിന് ശേഷം നമുക്ക് ഒക്കെ ഒന്ന് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇതുപോലെ ഒക്കെ കൂടി ഞാൻ എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി ബാക്കിയുള്ളതും കൂടി അതേപോലെ നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നല്ല ഈസി റെസിപ്പിക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെ എല്ലാതും ഒന്ന് ഞാൻ അതേപോലെ ഞാൻ ഈ മുറത്തിലേക്ക് ഒന്ന് പരത്തിയിടാണ് കേട്ടോ. നമ്മൾ അട്ടിമലട്ടി വെക്കുമ്പോൾ അതിൻ്റെ ആവി കൊണ്ട് അത് ആകെ പൊതർന്ന് പോകും. അപ്പോൾ നമ്മൾ ഈ ചുട്ടെടുക്കുന്നത് നേരെ ഇതേപോലെ നമുക്കൊന്ന് പരത്തി വെച്ച് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ഒന്ന് ചട്ടിയിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ പത്തിരിയും വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ മുഴുവനായിട്ട് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. നമ്മളെ ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കാം കേട്ടോ. എപ്പോഴും നമ്മൾ പത്തിരി ചുടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചുടാൻ നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പത്തിരി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇട്ട പാടനെ നമുക്കിതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം വെച്ച പാട് അടുത്തത് ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം മാത്രം കുറച്ച് നേരം വെച്ചിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പത്തിരി നല്ലോണം ഒന്ന് പൊന്തി കിട്ടും കേട്ടോ. അപ്പോൾ അതേ രീതിക്ക് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. ഇതേപോലെ തിരിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലോണം ചൂടാവണം കേട്ടോ. ചട്ടീൻ്റെ ചൂട് കുറഞ്ഞാലും പത്തിരി പൊന്തി കിട്ടില്ല. അപ്പോൾ നല്ല ചൂടായി നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്കിതൊന്ന് ഇതുപോലെ ചുട്ടെടുക്കണം. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് എല്ലാ പത്തിരിയും പൊന്തി കിട്ടുമ്പോൾ നമുക്ക് നേരെ അത് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ആ പ്ലേറ്റിലേക്ക് മാറ്റുന്ന സമയത്തും ഞാൻ പറഞ്ഞ പോലെ നല്ല പരത്തി ഇട്ട് കൊടുക്കാം. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ബബിളായിട്ടുള്ള നല്ല സോഫ്റ്റ് പത്തിരി, നൈസ് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എല്ലാം എടുക്കാട്ടോ. എടുക്കുമ്പോൾ അട്ടിയിൽ എടുക്കുകയാണെന്ന് വിചാരിക്കേണ്ട. അതിലിട്ടതിന് ശേഷം പുറത്തിനിട്ടതിന് ശേഷം ഞാൻ പിന്നെ ഒക്കെ ഒന്ന് ജസ്റ്റ് എല്ലാം പരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കലാണ് കേട്ടോ. അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ല, ഇങ്ങനെ എല്ലാ പത്തിരിയും ഞാനിപ്പോൾ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നൈസ് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.